നമ്മുടെ യോഗം എന്ന് പറയുന്നത് കുമാരനാശാന്റെ ചരമ ശതാബ്ദി ആചരണ കമ്മിറ്റി അവര് വരുന്നതാണ്. നവോത്ഥാന പിന്നിലേക്ക് തള്ളപ്പെട്ടുന്ന ജാതി മത സമ്പുഷ്ട വികാരങ്ങൾ ജനങ്ങളെ വിഭജിക്കാനായി ഉപയോഗിക്കപ്പെടുന്ന കാലം അങ്ങനത്തെ അവസ്ഥ. അപ്പൊ ഇത് നേരത്തെ തന്നെ നമ്മുടെ നാട്ടിലെ നവോത്ഥാന കാര്യങ്ങളെ പറ്റിയൊക്കെ ആലോചിക്കാനും തന്റെ ആവശ്യത്തെ പറ്റി സംസാരിക്കാനും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സമയത്ത് ഇന്ന് ഈ ആശാൻ എന്ന് പറയുന്ന കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാല്ലേ. ഈ ആശാൻ ഈ രൂപപ്പെട്ട് വന്നത് നമ്മൾ ശിവപ്രതിഷ്ഠയോടനുബന്ധിച്ച് ഒരു ഇവിടെ കണ്ടെത്തി പിടിച്ച ഒരു കുട്ടിയായിരുന്നു കുമാരൻ. അതാണ് കുമാരനാശാനായിട്ട് മാറിയത്. അതിന്റെ കാര്യം അങ്ങനെ ഓർമ്മയാണ് ഉണ്ടായത്. അത് നമ്മുടെ അഭിമാനമാണ്. പിന്നെ ഗുരുവിന്റെ പ്രഥമ ശിഷ്യനായിട്ട് ഗുരുവിന്റെ ആദർശങ്ങളോട് യോജിച്ചുകൊണ്ട് വളരെയധികം കാര്യങ്ങൾ നടത്തി മഹാകാവ്യം എഴുതാതെ മഹാകവിയായ വ്യക്തിയാണ് കുമാരൻ. നമ്മുടെ നാട്ടിൽ തന്നെ നമ്മൾ പലപ്പോഴും വായനാ മനസ്സിലാക്കുമ്പോൾ ആശാന്റെ കൃതികളെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ സംസാരിപ്പിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുകയും അതിലെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും തിരുത്താനുമുള്ള കഴിവുള്ള ആൾക്കാർ നമ്മുടെ സ്ഥലത്ത് തന്നെയുണ്ട്. എല്ലാത്തിൻ്റെ പ്രവേശനം ചെയ്യാറുണ്ട്. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഈ ചരമ ശതാബ്ദി, അതായത് 100 വർഷം കഴിഞ്ഞിരിക്കുന്ന ഈ സമയം ഇതിനെ ഒന്ന് അനുസ്മരിക്കുന്ന നല്ല രീതിയിൽ കായികതയും തുടങ്ങിയിട്ട് പല്ലനയിൽ അവസാനിക്കുന്ന ഒരു സംരംഭമാണ് തുടങ്ങി വെച്ചിരിക്കുന്നത്. ആ കൂട്ടത്തിൽ നമ്മുടെ ലൈബ്രറി കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു കിട്ടണമെന്ന് ആവശ്യപ്പെട്ടതിൻ്റെ പേരിൽ നമ്മൾ അതിന് തയ്യാറായതാണ്. ഇതിനകത്ത് കുറേ പേരെല്ലാം നമ്മൾ എത്തിയിട്ടുണ്ട്. അധികം പേരെയും നമ്മൾ വളരെ സന്തോഷത്തോടും ശരിക്ക് എല്ലാവരും വന്നെത്തിയിട്ടുണ്ട്. അതിൽ യോഗാമന നമ്മൾ സന്തോഷത്തോട് സമയത്ത് തന്നെ ആരംഭിക്കാൻ പറ്റി. താമസിക്കുമോ നമുക്കൊരു ഭയം ഉണ്ടായിരുന്നു. കാരണം ഒരു കാരണം വരുന്നതല്ലേ, എന്തായാലും സമയത്ത് അത് വന്നെത്തി. അതുപോലെ വലിയ കാര്യമാണ്. ഏതായിരുന്നാലും ഈ യോഗത്തിൽ ഒരു ഈശ്വര പ്രാർത്ഥനയോടുകൂടി തുടങ്ങാമെന്ന് ഉദ്ദേശിക്കുന്നു. പ്രത്യേകം കുട്ടികൾ അഭിനയ അവർമ്മ അല്ലേ, 3 പേരും ഒന്ന് വന്നോളൂ. ഒരു ഈശ്വര പ്രാർത്ഥനയ്ക്ക് ശേഷം നമ്മൾ ആരംഭിക്കും. അച്ഛനും അമ്മയുമെന്നു പറഞ്ഞാൽ അക്ഷരം തെറ്റാനുസരിച്ചും ഉള്ളിൽ വെളിച്ചം പകരും ഗുരുവിനെ ഒന്നായി സ്നേഹിച്ചും ആദരിച്ചും കൂടെ പഠിക്കുന്ന കുട്ടികളെ കണ്ട് കൂടെ പിറപ്പുകളായി നിനച്ചും മാതൃഭൂമിക്കായി ജീവൻ വെടിഞ്ഞോർ മാതൃകളായിട്ടു സ്വീകരിച്ചു. ഈശ്വര കൈകൂപ്പി നിൽക്കൂ ഞാൻ നിന്നോട് ഈറനണിഞ്ഞ വിളികളോടെ. ഇന്ന് വന്നേക്കുള്ള എല്ലാവരും വളരെ സന്തോഷത്തോടും സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടി ലൈബ്രറിയുടെ സെക്രട്ടറി ശ്രീ ജി രാജീവ് അവരുടെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷ, വേദിയിരിക്കുന്ന വിശേഷ വ്യക്തികളെ നമ്മുടെ ക്ഷണം സ്വീകരിച്ചു ഈ പരിപാടിയുടെ ഗൗരവം മനസ്സിലാക്കി എത്തിക്കൊണ്ടുവരും എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഗ്രന്ഥശാലയും കുമാരനാശാൻ ചരമശതാബ്ദി
കുമാരനാശൻ ജന്മശതാബ്ദി ആചരണ കമ്മിറ്റി എറണാകുളം കേന്ദ്രീകരിച്ചാണ് ഇത് പ്രവർത്തിക്കുന്നത്. ആ കമ്മിറ്റിയുടെ പ്രാദേശികമായിട്ടുള്ള തിരുവനന്തപുരമായിട്ടുള്ള ശ്രീകുമാർ സാർ 2-3 ആഴ്ചയ്ക്ക് മുമ്പ് ഗ്രന്ഥശാലയുമായി ബന്ധപ്പെടുകയും ഈ വിഷയത്തെ സംബന്ധിച്ച് ഒരു പരിപാടി നമ്മുടെ ഗ്രന്ഥശാലയുമായി സംയുക്തമായിട്ട് ചെയ്യണമെന്ന് ഒരു കാര്യം ആവശ്യപ്പെട്ടു. കമ്മിറ്റി കൂടി അത് അംഗീകരിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ പരിപാടി ചെയ്യുന്നത്. കുമാരനാശാൻ നമ്മുടെ നേരത്തെ ടീച്ചർ പറഞ്ഞതുപോലെ നമുക്കൊന്നും കാണാൻ ആ സമയത്ത് ഉണ്ടായിരിക്കേണ്ട ഭാഗ്യം ഉണ്ടായില്ല. കുമാരനാശാനെ മഹാകവി എന്നുള്ള ഒരു രീതിയിലേക്ക് വഴിതിരിച്ച് വിട്ട സംഭവം നമ്മുടെ ഇവിടെ കൊല്ലത്തൂർ ക്ഷേത്രത്തിൽ ക്ഷേത്ര പ്രദർശനം നടത്തിയതിനു ശേഷം കൊല്ലത്തുകര കുടികൊണ്ടരടും പാലപ്പറ ചൂടിയ വാരത്തിയും എന്ന 2 വരി എഴുതി സമസ്യ പൂരിപ്പിക്കാനായിട്ട് കുമാരനാശൻ ആവശ്യപ്പെടുകയും കാലം കനിവരിച്ച് കുറിച്ചു വിടുന്ന ഓരോരപ്പടിയെ ന്യായിക്കരുത് എന്ന് ആശാൻ വിളിച്ച സമസ്യ പൂരണം നടത്തി. അതോടുകൂടിയാണ് ആശാൻ കവി എന്നുള്ള ഒരു രീതിയിലേക്ക് കവിഭാവനയിലെ വിശിഷ്ട വ്യക്തിത്വം എന്ന നിലയിലേക്ക് ആശാൻ തിരിഞ്ഞു പോയത് എന്ന് പറയപ്പെടുന്നുണ്ട്. എന്തായാലും നമ്മുടെ മലയാള സാഹിത്യത്തിൽ മഹാകവി എഴുതാതെ മഹാകവിയായ ഒരു വലിയ മനുഷ്യൻ, ഒരു സാമൂഹിക വിപ്ലവകാരൻ പ്രൊഫസർ ജോസഫ് ബഷീർ മാസ്റ്റർ ആശാന്റെ വിപ്ലവത്തിന്റെ ശുക്രനക്ഷത്രമെന്നാണ് വിശേഷിപ്പിക്കുന്നത്. അതുപോലെ ആശാൻ വിശേഷിപ്പിക്കുന്ന ഒരുപാട് പദങ്ങളുണ്ട്. ഒരുപാട് വിശേഷണങ്ങൾക്ക് വിധേയമാണ് ആശാൻ. ആശാന്റെ അകാല മൃത്യു 50-51 വർഷം മാത്രം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ വിധിക്കപ്പെട്ടു പോയ ഒരു വലിയൊരു മഹാനുഭാവനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ 100 വർഷം, അദ്ദേഹത്തിന്റെ പല്ലയാറ്റിലെ അപകടത്തിന്റെ 100 വർഷമാണ് നമ്മൾ ആചരിക്കുന്നത്. ഈ പരിപാടി നമ്മുടെ ഗ്രന്ഥശാല സ്വന്തമായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചെങ്കിലും അത് ശരിയായ രീതിയിൽ പ്രസംഗകരെ നമുക്ക് കണ്ടെത്താനുള്ള സമയതാമസമാണ് നീണ്ടുപോയത്. 2024 അവസാനിച്ച് 2025 അപ്പോൾ ശതാബ്ദി വർഷം കഴിഞ്ഞെങ്കിൽ പോലും നമുക്കതിന് വളരെ പ്രസക്തി ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. എന്തായാലും ഞാൻ എൻ്റെ സ്വാഗത പ്രസംഗത്തിലേക്ക് പോകുന്നില്ല. കാരണം ഈ കുമാരനാശാന്റെ കൃതികളെ കുറിച്ചും ആശാന്റെ ജീവിതത്തെ കുറിച്ചും തന്നെ വളരെ ആധികാരികമായ രീതിയിൽ പ്രഭാഷണം നടത്താൻ വളരെ വളരെ പണ്ഡിത ശ്രേഷ്ഠന്മാരായിട്ടുള്ള എത്തിയിട്ടുണ്ട്. അവർക്ക് സ്വാഗതം പറയുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് നടക്കുകയാണ്. ആദ്യമായി സ്വാഗതം പറയേണ്ടത് നമ്മുടെ ഗ്രന്ഥശാലയുടെ പ്രസിഡന്റ് ശ്രീമതി വിജയമ ടീച്ചറിനാണ്. ടീച്ചർ ഗ്രന്ഥശാലയുടെ മാർഗദർശി. എല്ലാ കാര്യങ്ങളിലും ടീച്ചറിന് ശാരീരികമായിട്ടുള്ള പല അസ്വസ്ഥത ഉണ്ടെങ്കിൽ പോലും ഈ അവസ്ഥയിലും ഗ്രന്ഥശാല പ്രവർത്തനത്തിൽ വളരെ സജീവമായി നോക്കുകയാണ്. ഇവിടെ ഈ പ്രാവശ്യം ഗ്രാൻഡ് ഉപയോഗിച്ച് കിട്ടിയ ഗ്രാൻഡ് പൈസ 29,100 രൂപ വാങ്ങി പർച്ചേസ് ചെയ്ത 230 വരെ വരുന്ന പുസ്തകങ്ങൾ സ്റ്റോക്ക് രജിസ്റ്റർ ഒറ്റയ്ക്ക് എൻട്രി ചെയ്ത ആളാണ്. ടീച്ചർ കിട്ടുന്ന ഈ ഗ്രന്ഥശാലയിൽ മറ്റുന്നതിന്റെ ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ടീച്ചർ വീട്ടിൽ ഇരുന്ന് സ്റ്റോക്ക് രജിസ്റ്റർ ഒറ്റയ്ക്കാണ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. അത് ഇവിടെ ആരും അങ്ങനെ സമയബന്ധിതമായിട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ടായിപ്പോയി. ഗ്രഡേഷൻ വരുന്ന ആൾക്കാർ കമ്മിറ്റി വരേണ്ട സമയമായിട്ടാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ തന്നെയും ഇത്തരത്തിലുള്ള ഒരുപാട് പേപ്പർ വർക്ക് വീട്ടിൽ നിന്ന് ചെയ്ത് ഈ ഗ്രന്ഥശാലയുടെ ഇപ്പൊ നിലനിൽക്കുന്ന കമ്മിറ്റിയുടെ ഒരു മാർഗദർശിയായി നമ്മൾ നയിച്ചുകൊണ്ടിരിക്കുന്ന ടീച്ചറാണ്. ആ ടീച്ചറിന് ഈ സംഘാടന സമിതിയുടെ പേരിൽ ഈ പരിപാടിയുടെ പേരിൽ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം നടത്തി പ്രഭാഷണം നടത്തിയിട്ടുള്ള പ്രൊഫസർ KP സജി മാസ്റ്റർ സാറ് ഈ കുമാരനാശൻ ജന്മശതാബ്ദി ആചരണ കമ്മിറ്റിയുടെ സംസ്ഥാന കൺവീനറാണ്. സാറിനെ ഈ പരിപാടിയിലേക്ക് ഈ ചടങ്ങിലേക്ക് ആദരവോടെ സ്വാഗതം ചെയ്യും. നമ്മുടെ അനുബന്ധ പ്രഭാഷണം നടത്തുന്ന ശ്രീ M. ദിലീപ് പ്രഭു നമ്മുടെ ഈ ഗ്രന്ഥശാലയിൽ വളരെ അദ്ദേഹത്തിന്റെ ജീവാത്മാവും പരമാത്മാവുമായിട്ടാണ് ഈ ഗ്രന്ഥശാലയെ കാണുന്നത്. ഈ ഗ്രന്ഥശാലയിൽ ആഴ്ചയിൽ 2 ദിവസമൊക്കെ വന്നിട്ട് പോകാവുന്ന
ദിവസങ്ങളില്ല. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇവിടെ വരുന്ന ആളാണ്. അപ്പൊ ഈ ഗ്രന്ഥശാലയുടെ എല്ലാം ആണ് അദ്ദേഹം 3 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ അനുബന്ധ പ്രഭാഷണം നടത്താൻ സാധിച്ചത് വളരെ സന്തോഷം. അദ്ദേഹത്തിന്റെ പേരിലേക്ക് അതിനോട് സ്വാഗതം ചെയ്യും. ശ്രീ എം കൃഷ്ണകുമാർ ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റിട്ടയർഡായ ആളാണ്. ആശാമോഹൻ അസോസിയേഷൻ നമ്മുടെ അടുത്തതിന് നമ്മുടെ സ്ഥാപനമാണ് ആശാമോഹൻ അസോസിയേഷൻ. ആശാമോഹൻ അസോസിയേഷൻ നമ്മുടെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിൽപ്പാട്ടം നടത്തി പ്രചാരണം സൃഷ്ടിച്ച ഒരു സംഘടനയാണ് ആശാമോഹൻ അസോസിയേഷൻ. ആ ആശാമോഹൻ അസോസിയേഷന്റെ ഇപ്പൊ ഒരു ഫിലിം സൊസൈറ്റി നിങ്ങളുണ്ട്, അതിന്റെ അംഗമാണ്. അതുപോലെ തന്നെ PSC പരീക്ഷയ്ക്ക് കോച്ചിങ് കൊടുക്കുന്ന ഒരു പരിശീലകനാണ്, നിസ്വാർത്ഥ സേവനമാണ്. ഇവിടെ കൊണ്ട് കൃഷ്ണകുമാറിനെ ഈ അനുബന്ധ പ്രഭാഷണത്തിൽ അടുത്ത ഒരു പേര് അടുത്ത വന്നതാണ് ഷാജർ ഖാൻ. ഞാൻ അന്നെ കണ്ടപ്പോൾ ഇദ്ദേഹത്തിന്റെ പോസ്റ്റർ പല സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആണോ എന്നാണ് ഞാൻ അന്വേഷിച്ചത്. അപ്പൊ SUCയുടെ ഒരു നേതാവൊക്കെയാണ്. SUC എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിസ്റ്റ് സംഘടനയാണ്. വളരെ പ്രമുഖരായിട്ടുള്ള കുറെ ആൾക്കാരടങ്ങിയ സംഘടനകളിൽ ഒന്നാണ് SUC. അതിന്റെ നേതാവാണ് അദ്ദേഹം. പാർലമെന്റിലേക്ക് മത്സരിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം. ഈ കുമാരനാശൻ ജന്മശതാബ്ദി കമ്മിറ്റിയുടെ ഭാഗമാണ്. ഷബീർ ഖാനെ ഞാൻ ഈ ചടങ്ങിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യും. ശ്രീകുമാർ ഈ കുമാരനാശൻ ജന്മശതാബ്ദി കമ്മിറ്റിയുടെ മറ്റംഗമാണ്. അദ്ദേഹം കൃതജ്ഞത രേഖപ്പെടുത്തുന്നത്. അദ്ദേഹമാണ് ഈ ഗ്രന്ഥശാലയും പരിപാടിയുമായിട്ട് ആദ്യം സമീപിച്ചത്. അദ്ദേഹത്തിന്റെ ചടങ്ങിലേക്ക് എല്ലാവരും നമ്മുടെ ഇതിന് സംഘാടകരുടെ ക്ഷണം സ്വീകരിച്ചും പരിപാടിയുടെ ഗൗരവം മനസ്സിലാക്കിയും ഇവിടെ എത്തിയിട്ടുള്ള മുഴുവൻ പേർക്കും ഈ ഗ്രന്ഥശാലയുടെ പേരിൽ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു.